1968 ഫെബ്രുവരി 11 അന്നാണ് ദീൻ ദയാൽ ഉപാധ്യായ മരണപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ മരണം ഇപ്പോഴും ദുരൂഹമായിട്ട് തുടരുകയാണ്. പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ഭാരതീയ ജനസംഘത്തിൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായിരുന്നു, ആദ്യത്തെ ജനറൽ സെക്രട്ടറിക്ക് ആയിരുന്നു. അദ്ദേഹം മരണപ്പെട്ടിട്ട് ഇപ്പം 58 വർഷങ്ങൾ കഴിയുകയാണ്. എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നത്, ഒപ്പം ഈ മരണത്തെ? അത് ഈ ഇന്ത്യയുടെ ചരിത്രത്തിൽ മിക്കവാറും എതിർ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാർ ഭരണകക്ഷി പ്രസ്ഥാനത്തിനെ എതിർക്കുന്ന ആളുകൾ കൂടുതലായിട്ട് മരിച്ചിട്ടുള്ള രാജ്യങ്ങളൊന്നും ഇന്ത്യയാണ്. അതിൽ ആദ്യത്തെ മരണമല്ല ദീനദയാൽ ഉപാധ്യായയുടെ ഉള്ളത്. പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ നേരത്തെ പറഞ്ഞ പോലെ 1968 ഫെബ്രുവരി മാസം 11 അദ്ദേഹം അവിടെ, ഞാൻ ആ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് മറന്നുപോയി, ഉത്തർപ്രദേശിൽ വെച്ചിട്ടാണ് അദ്ദേഹം കൊല ചെയ്യപ്പെടുന്നത്, അദ്ദേഹം മരണപ്പെടുന്നത്. ആ മരണപ്പെട്ടതിന് കൊല ചെയ്യപ്പെട്ടു എന്ന് തന്നെയാണ് പറയുക. കാരണം അദ്ദേഹം അവിടെ ഇറങ്ങേണ്ട റെയിൽവേ സ്റ്റേഷനല്ല, അദ്ദേഹം വാരണാസിയിലേക്കുള്ള യാത്രയിലാണ്. ആ വാരണാസിക്കുള്ള യാത്രയിൽ രാത്രി 2 മണിക്ക് മുന്നേ ആയിട്ടുള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ ജഡം അവിടെ റെയിൽവേ ട്രാക്കിൽ കണ്ടെത്തി എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിനെ സംബന്ധിക്കുന്ന വ്യക്തമായിട്ടുള്ള അന്വേഷണം നടക്കുന്നില്ല. ഇടയ്ക്കൊരു അന്വേഷണം നടത്തിയിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസൊക്കെ ആയിട്ട് വന്നിട്ടുള്ള വൈ വി ചന്ദ്രചൂഡിൻ്റെ ഒരു അന്വേഷണ കമ്മീഷനാണ് അതിനകത്ത് അന്വേഷണം നടത്തിയത്. കൃത്യമായിട്ടുള്ള അന്വേഷണം അവർക്ക് കണ്ടുപിടിക്കാൻ സാധ്യതയില്ല. ഏതാണെങ്കിലും അവിടെയുള്ള ആളുകൾ, ആ നാട്ടുകാരെ സംബന്ധിച്ചും അതേപോലെ തന്നെ ജനസംഘത്തിൻ്റെ ആളുകളെ സംബന്ധിച്ചൊക്കെ അവരെല്ലാം ധരിച്ചിരിക്കുന്നത് ഇതൊരു കേവലം മരണമല്ല, ഇതിനകത്തൊരു കൊലപാതകത്തിൻ്റെ അംശം ഇതിനകത്തുണ്ട്. അത് ഏതിൻ്റെ പേരിലാണ്? കാരണം ജനസംഘത്തിൻ്റെ അധ്യക്ഷനായിട്ട് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു, കേരളത്തിൽ വെച്ചിട്ടാണ്. 1967 ഡിസംബറിലാണെന്നാണ് എൻ്റെ ഓർമ്മ. ഏകദേശം 2 മാസം കഴിഞ്ഞിരുന്നേ ഉള്ളൂ. ആ 2 മാസം കഴിഞ്ഞ കാലത്ത് തന്നെ അദ്ദേഹം മരണപ്പെടുകയാണ്. അപ്പോൾ ഈ തരത്തിൽപ്പെട്ട പ്രതിപക്ഷത്തിരിക്കുന്ന എണ്ണപ്പെട്ട ആൾ, കാരണം ദീനദയാൽ ഉപാധ്യായ ഒരു കേവല രാഷ്ട്രീയക്കാരനല്ല. അദ്ദേഹം കേരളത്തിൽ വന്നതിന് ശേഷം കേരളത്തിൽ വെളിയത്തിനാണ് അദ്ദേഹം വന്നിരുന്നു. എനിക്ക് ആ വർഷം കറക്റ്റായിട്ട് ഓർമ്മയില്ല, 66 അല്ലെങ്കിൽ 67 ആദ്യമായിട്ടാണ് വന്നിരുന്നത്. ഓൾ ഇന്ത്യ അധ്യക്ഷനാവുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം അവിടെ വെച്ചിട്ടാണ് ഏകാത്മ മാനവദർശൻ എന്ന് പറഞ്ഞ നമ്മുടെ സോഷ്യലിസ്റ്റ് സംവിധാനത്തിനും ക്യാപിറ്റലിസത്തിനും ബദലായിരിക്കുന്ന ഭാരതീയ സാമ്പത്തിക ശാസ്ത്രത്തെ സംബന്ധിക്കുന്ന ഒരു ധാരണ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്ന അവിടെ വെച്ചിട്ടാണ്. ഏകാത്മ മാനവദർശൻ എന്നാണ് അതിനെക്കുറിച്ച് പറയുക. ആ ഏകാത്മ മാനവദർശനം അവതരിപ്പിക്കുന്നത് വെളിയത്തുനാട് വെച്ചിട്ടാണ്. 67 എൻ്റെ ധാരണ, 67 ആദ്യമോ മറ്റോ ആണത്. അങ്ങനെയുള്ള സാമ്പത്തിക ശാസ്ത്ര വിശാരദനായിരിക്കുന്ന ഒരു വ്യക്തി ജീവിച്ചിരിക്കുന്നത് പലരെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നമ്മുടെ നാട്ടിലെല്ലാവരും സോഷ്യലിസ്റ്റുകളാണല്ലോ. ഒന്നുകിൽ സോഷ്യലിസ്റ്റാണ്, അത് പിന്നെ 91 ശേഷം എല്ലാവരും ക്യാപിറ്റലിസ്റ്റായി എന്ന് മാത്രമേ ഉള്ളൂ. അതിനും എല്ലാവരും സോഷ്യലിസ്റ്റാണ് ഇവിടെ. അപ്പോൾ എല്ലാവരും തുല്യതയുടെ ഒരു ചിത്രം വരച്ചു വയ്ക്കുന്നവരാണ്. ആ തുല്യതയുടെ ചിത്രം ഏത് തരത്തിലാണെന്നൊക്കെ രണ്ടാമത് പഠിക്കേണ്ടതാണ്. ഏതാണെങ്കിലും ദീനദയാൽ ഉപാധ്യായ പൊതുസമൂഹത്തിൻ്റെ ഇടയ്ക്ക് നിന്ന് പ്രവർത്തിക്കുന്ന, കക്ഷി രാഷ്ട്രീയത്തിനുപരിയായി പ്രവർത്തിക്കുന്ന, ഒരുപക്ഷെ മഹാത്മാഗാന്ധിയുടെ വധം ഉണ്ടായിരുന്നില്ലെങ്കിൽ 1960കളിൽ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുള്ള ആളായിരുന്നു പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ. ആ തരത്തിലുള്ളൊരു വ്യക്തിയുടെ മരണമാണ് 1968 ഫെബ്രുവരി മാസം 11 നടന്നത്. ആ കൊലപാതകം പോകുമായിരുന്ന ട്രെയിനിൽ നിന്ന് അദ്ദേഹത്തെ കൊള്ളക്കാർ വലിച്ചു താഴെ ഇട്ടു എന്നാണ്. അതെ, അതൊരു വെറുതൊരു തമാശയായിട്ട് വിചാരിച്ചാൽ മതി. കാരണം വൈ വി ചന്ദ്രചൂഡ് എന്ന് പറയുന്ന ആൾ മകനെ ഹൈക്കോടതി ജഡ്ജാക്കിയ ആളാണ്. ആ വൈ വി ചന്ദ്രചൂഡിൻ്റെ റിപ്പോർട്ടാണ് അതിനകത്ത് പറയുന്നത്. ഒന്നൊരു സാമാന്യ ബുദ്ധിയുള്ള മനസ്സിലാക്കേണ്ട വസ്തുത, ഏത് തരത്തിലുള്ള വേഷവിധാനമാണ് ദീനദയാൽ ഉപാധ്യായയ്ക്കുള്ളത്. ദീനദയാൽ ഉപാധ്യായയുടെ കയ്യിലുണ്ടായിരുന്ന 5 രൂപയുടെ ഒരു നോട്ടാണ്. ഈ 5 രൂപ കൊള്ളടിക്കാൻ വേണ്ടി കൊള്ളക്കാരൻ ഒരാളെ പിടിക്കുകയോ? എന്തിവർ മനസ്സിലാക്കേണ്ടത്? അദ്ദേഹം സാധാരണ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യുന്ന, വേറെ 5 രൂപയോ 10 രൂപ വെച്ചുകൊണ്ട് മാത്രം ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്ന ഒരു സാധാരണ രാഷ്ട്രീയക്കാരനെ, ഒരുപക്ഷെ അഖിലേന്ത്യാ ചുമതല ഉണ്ടായിരുന്ന സമയത്ത് പോലും ട്രെയിനിൽ സാധാരണ കമ്പാർട്ട്മെൻറ്റിൽ പോലും യാത്ര ചെയ്യാൻ സാധിക്കുന്ന ആളാണ് ദീനദയാൽ ഉപാധ്യായ. അങ്ങനെയുള്ള സർവ്വസാധാരണക്കാരൻ്റെ സ്വഭാവമുള്ള ദീനദയാൽ ഉപാധ്യായ ജീവിച്ചിരിക്കുന്നതിന് തടസ്സം നിൽക്കുന്നത് ഒരിക്കലും കൊള്ളക്കാർക്കല്ല, ഈ രാഷ്ട്രീയ കൊള്ളക്കാർക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യൻ ഭരണകക്ഷിയുടെ ഈ കാര്യത്തിൽ പങ്കാളിത്തം ചെറുതാണെന്ന് ധരിക്കാൻ നിവൃത്തിയില്ല. എൻ്റെ ചരിത്രത്തിൽ അത് ആദ്യത്തെ വസ്തുതയൊന്നുമല്ല, നിരവധി അനുഭവങ്ങൾ എങ്ങനെയുണ്ട്. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, മഹാത്മാഗാന്ധിയുടെ വധം 1948 ജനുവരി മാസം 30 എന്നുള്ള വധത്തെക്കുറിച്ച് ആ സംശയമുണ്ട്. അതിൻ്റെ പ്രതിയെ കണ്ടെത്തുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ്. 3 മണിക്കൂറിന് മുമ്പായിട്ട് നെഹ്റു പ്രതിയെ കണ്ടെത്തി. ഇതെങ്ങനെ കണ്ടെത്താൻ സാധിക്കുക? അതേസമയത്ത് പ്രതിയായിരിക്കുന്ന ആൾ 10 ദിവസം മുമ്പായിട്ട് അവിടെ തന്നെ അതേ സ്ഥലത്തിന് താമസിച്ചിട്ട്
ഒരു പ്രാവശ്യം കൂടി മഹാത്മാഗാന്ധിക്കെതിരായിട്ട് വധശ്രമം നടത്തിയായിട്ടുള്ള ആൾ തന്നെയാണ് രണ്ടാമത്തെ ശ്രമത്തിൽ വധിക്കുന്നത്. അങ്ങനെ 6ാമത്തെ ശ്രമത്തിലാണ് ഞാൻ അടുത്തിടയ്ക്ക് വായിച്ചിരിക്കുന്ന മഹാത്മാഗാന്ധിയുടെ സതീർത്ഥനായിരുന്നിരിക്കുന്ന ഒരാൾ അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു പുസ്തകത്തിൻ്റെ പരിഭാഷ ഞാൻ പൂർണ്ണോദയം നീ വായിക്കുകയുണ്ടായിരുന്നു. അതിനകത്ത് എഴുതിയിട്ടുണ്ട് 6ാമത്തെ പരിശ്രമമാണ് മഹാത്മാഗാന്ധി നടത്തിയത്. അങ്ങനെയുള്ള മഹാത്മാഗാന്ധിക്കെതിരായിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് മരിച്ചതിനെ സംബന്ധിച്ച് കെട്ടുകഥകൾ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം വിമാനാപകടത്തിലാണെന്ന് മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഒരുപാട് കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. ഇപ്പോൾ ശ്യാംപ്രസാദ് മുഖർജി അദ്ദേഹം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ മന്ത്രിസഭയിൽ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സവിശേഷത 33ാമത്തെ വയസ്സിൽ വൈസ് ചാൻസലറായ ആളാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ 33 വയസ്സിൽ വൈസ് ചാൻസലറാവുക. സാധാരണ ഇവിടെ 60 വയസ്സ്, 55 വയസ്സ്, 60 വയസ്സ്, 65 വയസ്സിൽ വൈസ് ചാൻസലർ ആകുന്നതിന് പകരം 33ാമത്തെ വയസ്സിൽ അദ്ദേഹം കൽക്കട്ട സർവകലാശാലയുടെ വൈസ് ചാൻസലറായി. അത് എണ്ണപ്പെട്ട ഇന്ത്യയിലെ സർവകലാശാലകളിൽ ഒന്നാണത്. അതിൻ്റെ വൈസ് ചാൻസലറായി. ഇന്ന് മാത്രമല്ല, ഇവരൊക്കെ മനസ്സിലാക്കേണ്ട വസ്തുത, ഒരുപക്ഷെ ഇന്ന് വായനയുടെ കാര്യത്തിൽ ഇന്ത്യ കണ്ടതെന്ന് മാത്രമല്ല ലോകം കണ്ട ഏറ്റവും മികച്ച ആളുകളുള്ള ഒരാളാണ് ശ്യാംപ്രസാദ് മുഖർജി. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ലൈബ്രറി ആശുതോഷ് മുഖർജി ലൈബ്രറി അദ്ദേഹത്തിൻ്റെ അച്ഛനാണ്. അച്ഛൻ്റെ പേരിലുള്ള ലൈബ്രറിയാണ് ഇന്നത്തെ നമ്മുടെ കൽക്കട്ടയിലെ നാഷണൽ റെഫറൻസ് ലൈബ്രറി. വലിയ ലൈബ്രറിയാണത്. അവിടെ ലക്ഷക്കണക്കിന് പുസ്തകങ്ങളാണ്. അത്തരം ലൈബ്രറി കൊടുത്തിട്ടുള്ള മഹാപണ്ഡിതനായിരിക്കുന്ന ശ്യാംപ്രസാദ് മുഖർജി തൻ്റെ 52ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിക്കുകയാണ്. അതിനു മുമ്പാണ് അദ്ദേഹം നെഹ്റുവിൻ്റെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നു. നെഹ്റുവായിട്ട് അദ്ദേഹത്തിന് ഒത്തുപോകാൻ പറ്റിയിരുന്നില്ല. കാശ്മീർ വിഷയവുമായി ബന്ധപ്പെട്ട് അതെ. എന്നിട്ട് അദ്ദേഹം രാജിവെക്കുകയാണ്. അദ്ദേഹം രാജിവെച്ചതിന് ശേഷം അദ്ദേഹം കാശ്മീരിലേക്ക് യാത്ര നടത്തി. അവിടെ ചെന്നിട്ട് ജയിലിൽ കിടന്നു. ആ ജയിലിൽ കിടന്നിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. അന്ന് ഫറൂഖ് അബ്ദുള്ളയാണ് അവിടുത്തെ കാശ്മീരിൻ്റെ പ്രധാനമന്ത്രി. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ വളരെ സ്വന്തക്കാരനാണ് ഫറൂഖ് അബ്ദുള്ള. അത് ഏത് തരത്തിലാണെന്ന് ഞാൻ പറയുന്നില്ല, വളരെ സ്വന്തക്കാരനാണ്. അപ്പം അങ്ങനെയുള്ള ഫറൂഖ് അബ്ദുള്ളയുടെ കാലത്താണ് മരിച്ചത്. അതിനെക്കുറിച്ച് പലരും ആവശ്യപ്പെട്ടു ഒരു അന്വേഷണം നടത്തണം. നെഹ്റു എന്ന് പറയുന്ന മഹാസാത്വികനായിരിക്കുന്ന മഹാപണ്ഡിതനായിരിക്കുന്ന വിശ്വപൗരനായിരിക്കുന്ന ആൾ പറഞ്ഞത് ഇതിനകത്ത് അന്വേഷണം ഒന്നും ആവശ്യമില്ല, സാധാരണ മരണമെന്നാണ് പറഞ്ഞത്. ഇത് ഹൃദയസ്തംഭനം മൂലം മരിച്ചതാണെന്നാണ്. ഇനി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഡോക്ടറാ അല്ലെങ്കിൽ ഇങ്ങനെ അദ്ദേഹത്തെ പോയി പരിശോധിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു പരിശോധന നടത്താത്ത പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അക്കാര്യത്തിൽ സാധാരണ മരണമാണെന്ന് വിധി എഴുതിയത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. സമാനമായിട്ടുള്ള രീതിയിലാണ് ശ്രീമതി ഇന്ദിരാ എന്ന കോൺഗ്രസ്സുകാർ തന്നെ ഇദ്ദേഹം മരിച്ച സമയത്ത് 1968 മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മരണത്തിനകത്തും അതും സാധാരണ മരണമാണെന്ന് വരുത്തി തീർക്കാൻ വലിയൊരു പരിശ്രമം നടത്തിയിട്ടുണ്ട്. അത് ആദ്യത്തെ അവസാനത്തെ സംഭവമല്ല. നേതാജി സുഭാഷ് ചന്ദ്രബോസ് 1945 സുഭാഷ് ചന്ദ്രബോസ് മരിച്ചു എന്ന് പറയുന്നത് വ്യക്തമായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതിൻ്റെ ചരിത്രം ഇന്നും ബോധ്യമില്ല. ഒരു അന്വേഷണത്തെ സംബന്ധിച്ച് നടത്തിയിട്ടില്ല. എല്ലാ അന്വേഷണങ്ങളും കാപട്യങ്ങളാണ്, നുണപ്രചരണങ്ങളാണ്. അതായത് ഇന്ത്യക്ക് പ്രയോജനപ്പെടുന്ന ആരെങ്കിലും ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞാൽ അവർ ഈ ലോകത്തോട് യാത്ര പറഞ്ഞാൽ അതിനെ സാധാരണ മരണമായിട്ട് ചിത്രീകരിക്കും. അവരെ കൊല്ലാൻ വേണ്ടിയുള്ള ഒത്താശകൾ ചെയ്തു കൊടുക്കും. നമുക്കറിയാലോ, വേറൊരാളുണ്ട്, കോൺഗ്രസിൻ്റെ നേതാവ് ഒരാൾ 1975 ജൂൺ 3-ാം തീയതി ജാനുവരി 3-ാം തീയതിയാണ് മരിക്കുന്നത്. എൽ എൻ മിശ്ര റെയിൽവേ വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹം ഒരു സമസ്തിപൂരിലൊരു റെയിൽവേ സ്റ്റേഷൻ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയി. അവിടെ വെച്ചിട്ട് അദ്ദേഹം ബോംബ് പൊട്ടി മരിക്കുന്നു റെയിൽവേ സ്റ്റേഷനിൽ. അവർ പറഞ്ഞു അതിനകത്ത് ഉത്തരവാദികൾ ആനന്ദമാർഗികളാണ്. ഉടനെ പ്രതികളെ പിടിച്ചു. പ്രധാനമന്ത്രിയെ പിടിച്ചു കേട്ടോ. അങ്ങനെ ഗുണമുണ്ട്. നമ്മുടെ കയ്യിൽ പോലീസുകാർക്ക് കഴിവില്ലെങ്കിലും പ്രധാനമന്ത്രിമാർ കേസിൽ പ്രതികളെ പിടിക്കുന്ന കാര്യത്തിൽ വളരെ മിടുക്കന്മാരാണ്. പ്രതികളെ പ്രധാനമന്ത്രി പിടിക്കുന്നു. അവരെ ആ പ്രസ്ഥാനത്ത് ജൂൺ 26-ാം തീയതി ജൂലൈ 4-ാം തീയതി ആ പ്രസ്ഥാനത്തെ നിരോധിക്കാൻ വേണ്ടി തയ്യാറാവുന്നു. പിന്നെയും മരണങ്ങളുണ്ടായല്ലോ. രാജേഷ് പൈലറ്റ് മരിച്ചു. ഒരു തെളിവിനെ സംബന്ധിച്ചില്ല. എങ്ങനെ രാജേഷ് പൈലറ്റ് മരിച്ചത്? അദ്ദേഹത്തിൻ്റെ കാറ് ഒരു KSRTC ബസ്സായിട്ട് കൂട്ടിയിടിക്കുന്നു, ജയ്പൂരിൽ വെച്ചിട്ട് മരിക്കുന്നു. ഒരു നിശ്ചയാരെ സംബന്ധിച്ചില്ല. പിന്നെ ഒരാളും കൂടെ വിളിച്ചു, മാധവറാവ് സിന്ധ്യ മരിച്ച ഏകദേശം ഒരു 6 മാസം കഴിഞ്ഞിട്ട് പിന്നെ, അതായത് ഇപ്പോഴത്തെ ജ്യോതിരാദിത്യ സിന്ധ്യയുടെ അച്ഛൻ ഗോളിയ രാജവംശജനാണ്. ഏകദേശം 10 പ്രാവശ്യം അദ്ദേഹം ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ MP ആയിരുന്നു. അദ്ദേഹം വിമാനാപകടത്തിലാണ് മരിക്കുന്നത്. മോഹൻ കുമാരമംഗലം CPIയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പറായിരുന്നു ആദ്യകാലത്ത്. പിന്നെ പിൽക്കാലത്ത് അദ്ദേഹം കോൺഗ്രസ്സിൽ ചേർന്നു. അദ്ദേഹം വിമാനാപകടത്തിൽ മരിക്കുന്നു. അങ്ങനെ കോൺഗ്രസിനെ സംബന്ധിച്ച്, ഇന്ത്യ ഭരിക്കുന്നവരെ സംബന്ധിച്ച് വേണ്ടാത്ത ആളുകളെല്ലാവരും ഒന്നുകിൽ വിമാനാപകടത്തിൽ മരിക്കും, അല്ലെങ്കിൽ ട്രെയിൻ അപകടത്തിൽ മരിക്കും, അല്ലെങ്കിൽ ബോംബ് പൊട്ടിയിട്ട് മരിക്കും,
അല്ലെങ്കിൽ ജയിലിൽ കിടന്നിട്ട് മരിക്കും. ഇവരൊക്കെ മരിക്കുന്ന സമയത്ത് ഈ മരണങ്ങളൊക്കെ സ്വാഭാവികമായിട്ടുള്ള മരണമാണെന്ന് വിധി എഴുതാൻ സാധിക്കുന്ന ആളുകളാണ്. അത്രയ്ക്കും കഴിവുറ്റ അന്വേഷണ വിശാരദന്മാരാണ് ഇന്ത്യ ഭരിച്ചിട്ടുള്ള പ്രധാനമന്ത്രിമാർ. അത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആയാലും കൊള്ളാം, അദ്ദേഹത്തിൻ്റെ മകളായിട്ടുള്ള ഇന്ദിരാഗാന്ധി ആയാലും കൊള്ളാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ അമ്മയുടെ മരുമകളായിരിക്കുന്ന സോണിയാഗാന്ധി ആയാലും കൊള്ളാം. ഇവരൊക്കെ തന്നെ കേസിലെ പ്രതികളെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ അസാമാന്യമായിട്ടുള്ള കഴിവ് പ്രകടിപ്പിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പം അങ്ങനെ ഇവരുടെ ഭരണകാലത്ത് തന്നെയാണ് പല മരണങ്ങളും, തെളിയേണ്ടിയിരുന്ന പല മരണങ്ങളും ദുരൂഹതമായിട്ട് ഇപ്പോഴും തുടരുന്നത്. ഇവരുടെ കാലത്താണ്. കാരണം കഴിവുള്ള ആളുകളെ ഒരു കാരണവശാലും വച്ചുപൊറിപ്പിക്കാൻ ഇവർ തയ്യാറായിരുന്നില്ല. അങ്ങനെ വച്ചുപൊറിപ്പിക്കാൻ തയ്യാറാകാതെ കണ്ട് അവരെ കൊലയ്ക്ക് കൊടുത്തതാണെന്ന് നമ്മൾ പറയേണ്ടി വരും. ഏതാണെങ്കിലും അവരുടെ മരണങ്ങൾ വ്യാപകമായിട്ട് ഇന്ത്യയിലുണ്ടായിട്ടുണ്ട് എന്ന ലോകത്തിൽ ഒരു രാജ്യത്തും ഇല്ലാത്ത രീതിയിൽ ഇന്ത്യയിലാണ് അത് കൂടുതലുണ്ടായിട്ടുള്ളതെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല.